ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രേണുസുതി കുൽസിതം തന്നെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഫിറോസക്ക വന്നിട്ട് എക്സ്പ്ലനേഷൻ തന്നതും കുൽസിതമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ സ്ലാങ് മാറിപ്പോയിട്ടുണ്ടാവും, രണ്ടു തരം സ്ലാങ് ഉണ്ടല്ലോ, അങ്ങനെ മാറിപ്പോയതായിരിക്കും എന്നും പറഞ്ഞ് ആൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ആൾ വീട് വെച്ച കാര്യങ്ങളും അതിലുള്ള പ്രശ്നങ്ങളുമാണ് പറയുന്നത്. ഈ കുൽസിതത്തെ കുറിച്ച് പറയുന്നില്ല. അധികം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി കുത്തിപ്പൊക്കിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. പക്ഷെ ആൾക്കൊരു പഞ്ചാര ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്ത് ആള് ചിരിച്ചിട്ടാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഓ, എന്നെ കുറിച്ച് അങ്ങനെയും കൂടി പറഞ്ഞുണ്ടാക്കിയോ, അത് രേണുസുതി എന്ന് പറഞ്ഞ ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലായിരിക്കും വേണമെങ്കിൽ ആളിങ്ങനെ ചിരിച്ചു തള്ളുന്നത്. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അപ്പോൾ അപ്പൊ എന്നെ കാണുമ്പോൾ ഈ രേണുസുതി പറയുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അസൂയയാണ്. അതുകൊണ്ടാണ് എന്നെ ഒരു 10% ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ആൾക്കാരും എന്നോട് ഭയങ്കര അസൂയാലുക്കളാണ് എന്ന് പറയുന്നു. അതുപോലെ ഈ രേണുസുതിയെ മാത്രം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ചാനലുണ്ട്, സജിന വ്ളോഗ്സ്. എല്ലാവർക്കും അറിയാം. രേണുസുതിയെ മാത്രം നല്ലത് പറഞ്ഞുകൊണ്ടും രേണുസുതിയുടെ ഈ ഫിറോസിനെയും അതുപോലെ തന്നെ ബിഷപ്പിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടും ശ്രീതു, സജീന ആൻഡ് രേണുസുതിയാണ് എല്ലാ വീഡിയോസും ഇടാറുള്ളത്. അവരുടെ ചാനലിൽ വന്നിട്ടാണ് രേണുസുതി ബിഷപ്പിനെ കുറിച്ച് ചീത്ത പറയാറുള്ളത്. അപ്പൊ ഈ സജന വ്ളോഗ്സ് വന്നിട്ട് ഇപ്പോ രേണുസുധിയുടെ കുൽസിതത്തെ കുറിച്ച് യഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് രേണുസുധിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ, രേണുസുധി എന്താണ് അതിന് മറുപടി പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് സംസാരിക്കുന്നതിന് മുന്നേ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ രേണുസുധി പറയുന്ന ഒന്നാമത്തെ വേർഡാണ് എന്നെ കാണുമ്പോൾ എല്ലാവർക്കും അസൂയാണ്, എല്ലാവർക്കും അസൂയാണെന്ന് പറയുന്നു. അപ്പൊ ഇന്നലെ റിപ്പബ്ലിക് ഡേ ആയിട്ട് രേണുസുധി ഒരു ഉദ്ഘാടനത്തിൽ പോയിരുന്നു. അപ്പൊ റെഡ് ഡ്രസ് ഒക്കെ ഇട്ടാണ് വന്നിറങ്ങിയത്. അപ്പൊ റിപ്പബ്ലിക് ഡേ അല്ലേ, എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒന്ന് പറയാവോ എന്നൊരാൾ ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞത് സ്വാതന്ത്ര്യ ദിനത്തിന് ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയാനാ എന്നാണ് രേണുസുധി പറഞ്ഞത്. അപ്പൊ ഇത്രയ്ക്കും വിവരമില്ലായ്മ തെറ്റൊന്നുമല്ല, പക്ഷെ സ്വാതന്ത്ര്യദിനം എന്നാണ്, റിപ്പബ്ലിക് ഡേ എന്നാണ് എന്നറിയാത്തൊരു വ്യക്തിയാണ് ഈ ഉദ്ഘാടനത്തിന് പോലും വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ അറിയുന്നതെന്നല്ലേ. ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ രേണുസുതി പറയാം, സ്വാതന്ത്ര്യദിനം ഒക്കെ അല്ലേ, ഞാനിപ്പോ എന്ത് പറയാനാ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ. അപ്പൊ തന്നെ പറഞ്ഞ അല്ല, ഇത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്, 1950 കിട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ അയ്യോ എല്ലാ പ്രേക്ഷകർക്കും എന്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ എന്ന് പറഞ്ഞു. അപ്പൊ തലയ്ക്ക് ഒരു വിവരം വെളിവും ഇല്ല എന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. പിന്നെ ഈ ശ്രീജ, സജിന വ്ളോഗ്സ് എന്നിവ രണ്ടുപേരും വന്നിരുന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശ്രീജയല്ല, സജന വ്ളോഗ്സിലാണ് ഇതൊക്കെ പറയുന്നത്. ബിഷപ്പിനെതിരെ വിഷപ്പാമ്പ് എന്നും വിശക്കുന്നു എന്നും അതുപോലെ കച്ച കെട്ടി ഇറങ്ങുന്നു എന്നും കളിയാക്കിക്കൊണ്ട് ചിരിക്കലും ഒക്കെ ഇവർ 3 പേരും കൂട്ട ചെയ്തിരുന്നത്, ശ്രീതു, സജീന ആൻഡ് രേണുസുതി. ഇപ്പോ ബിഷപ്പ് ഇതിനെതിരെ കളിയാക്കിക്കൊണ്ട് എല്ലാവരും കളിയാക്കുന്നു, അതുപോലെ ബിഷപ്പിന് എല്ലാവരും തോന്നിവാസം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തപ്പോൾ ഈ ശ്രീതു ആൻഡ് സജീന വ്ളോഗ്സ് ചെന്ന് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ബിഷപ്പിന്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു. അതെന്തിനാണ് എനിക്കതറിയുന്നില്ല. അതായത് നമുക്ക് മാനസാന്തരം വന്നിട്ടാണ് മാപ്പ് പറയുക. ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടല്ല നമ്മൾ മാപ്പ് പറയുക. അപ്പൊ മാനസാന്തരം അങ്ങനെയാണോ വരുന്നത്? അപ്പൊ പേടി വരുമ്പോഴാണോ മാനസാന്തരം വരുന്നത്? അതെനിക്കറിയില്ല. ഇത്രയും നാളും തലേദിവസം വരെ കളിയാക്കി ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം ചെന്നിട്ട് മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മാപ്പ് പറയേണ്ടത് ഉള്ളിൽ അടിത്തട്ടി നിന്ന് വരണം. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ബിഷപ്പിന് ഇത്രയും കാലം ഞാൻ ദ്രോഹിച്ചത് തെറ്റാണ്. ഇവർ ശരിക്കും ദ്രോഹിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഇവരുടെ ഓരോ വീഡിയോസിലും ഇവരും രേണുസുതിയും ഈ ശ്രീതും കൂടിയിട്ട് ബിഷപ്പിന് പറയാത്തതൊന്നുമില്ല. അദ്ദേഹം സഹി കേട്ടിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത്. കേസ് കൊടുത്തതിനിപ്പോ വീട്ടിൽ ചെന്ന് ഇവർ രണ്ടുപേരും കൂടി സോറി പറഞ്ഞു. അപ്പോഴും രേണുസുതി പോയിട്ടില്ല കേട്ടോ, സോറി പറഞ്ഞു. അപ്പൊ ബിഷപ്പ് എന്നിട്ട് പറയാണ്, ബിഷപ്പ് കേസ് പിൻവലിക്കോ ഇല്ലേന്ന് എനിക്കറിയില്ല, അത് ബിഷപ്പിന്റെ ഇതാണ്, ബിഷപ്പ് എന്തെങ്കിലും ചെയ്യട്ടെ, പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങൾ ചെന്ന് പറഞ്ഞു. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ബിഷപ്പ് അങ്ങനെയല്ലേ പറയുന്നത്, ഒരു പുരോഹിതനാണ്, അത് എനിക്ക് നല്ല വിരോധമുണ്ട് നിങ്ങളോട് എന്ന് പറയാൻ പറ്റുമോ? പുറത്തു തരാനല്ലേ പറ്റുള്ളൂ. അപ്പൊ കേസ് കൊടുക്കേണ്ട രീതി വരെ എത്തിച്ചേർത്തിട്ട് പിന്നെ മാപ്പ് പറയുന്നത് ഉചിതമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ കേസിൻ്റെതായ രീതിയിൽ പോട്ടെ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പോട്ടെ. എന്നിട്ട് ഈ രേണുസുതി ബിഷപ്പ് കൊടുത്ത കേസിന്റെ ഇത് കൈപ്പറ്റാൻ വേണ്ടി പോയ സമയത്ത് ആണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫിറോസിക്ക, നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾക്കത് ഓർമ്മയില്ല, നമ്മൾ തമ്മിൽ ചാറ്റ് ചെയ്തത് കുൽസിത ചാറ്റ്, എല്ലാവർക്കും അറിയില്ല, അതൊക്കെ ചാറ്റ് ചെയ്തത് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് രേണുസുതി കുറെ വെളിവങ്ങ് വരുത്തി. ആ സമയത്താണ് സജീന രേണുസുതിയുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇത് കാണുന്നത്. സജീന ശരിക്കും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കൂട്ടുകാരി എന്ന് പറയുന്നത്
ഉടനെ തന്നെ രേണുസുധിക്ക് വിളിച്ചു പറഞ്ഞു, നീ എന്ത് കാര്യമാണ് ചെയ്തത്, നീ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്യും, അടുത്തൊരു പുകില് വരുത്തണ്ട എന്ന് പറഞ്ഞപ്പോ രേണുസുധി പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ, ഞാൻ എന്തായാലും നാറി, ഇനി എനിക്ക് നാറാൻ ഒന്നുമില്ല ചേച്ചി, ഞാൻ ഒന്നും കൂടി നാറിക്കോട്ടെ, എനിക്ക് അതിൽ എന്നാലും അയാളുടെ മുഖം എനിക്ക് വലിച്ചു കീറണം, പിച്ചി ചീന്തണം എന്നാണ് പറയുന്നത്. അയാൾ എൻ്റെ അച്ഛനെ നാറി ചെറ്റ എന്ന് വിളിച്ചിട്ട് അയാൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട, അതുകൊണ്ട് എനിക്ക് അയാൾ അയച്ചിട്ടുള്ള കുലിസിതങ്ങൾ മുഴുവൻ ഞാൻ പുറത്താക്കും, അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, പകരത്തിന് പകരമാണോ ചെയ്യുക? നമുക്ക് ആ കുലിസിതം ഇഷ്ടമില്ലെങ്കിൽ, അയാൾ അയച്ച കുലിസിതം ഇഷ്ടമില്ലെങ്കിൽ അന്ന് പ്രതികരിക്കണമായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, രേണുസുധിക്ക് പ്രതികരിക്കേണ്ട ടൈമുകൾ ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു, ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. ഇദ്ദേഹം ചെറ്റാനാരി എന്ന് സ്വന്തം അച്ഛനെ വിളിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നിയ വെച്ചാൽ അതൊരു പ്രതികരണ ശേഷിയല്ല. ഇതിപ്പോ മറ്റേ കാര്യം രാഹുൽ ഈശ്വറും മറ്റേ എന്താ പറയാ അറക്കൽ ഇത് കൂടിയിട്ടിരുന്നുള്ള ആ സംഭാഷണത്തില് 40 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീറ്റൂല് പോയിട്ട് പരാതി കൊടുക്കില്ലേ നമ്മള്, എന്നെ ബലാത്സംഗം ചെയ്തു, റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്തിൽ അത് സുഖിച്ചിരുന്നിട്ട് പിന്നീട് കുറെ കാലം കഴിഞ്ഞ് കൊടുക്കുന്ന പോലെയായി ഇത്. അപ്പൊ ആ സമയത്ത് കുലിസിതങ്ങൾ മുഴുവൻ സുഖിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് ഇപ്പൊ അത് കുലിസിതമാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് അവനോനെ നോവുമ്പോ മാത്രം വിളിച്ചു പറയാം. അതെന്താണ്? അപ്പൊ ഈ കുലിസിതം ഇഷ്ടപ്പെട്ടിട്ടല്ലേ അങ്ങോട്ട് ഒന്നും മിണ്ടാതിരുന്നില്ല ഇത്രയും കാലം വേണ്ടിയിട്ടില്ലല്ലോ ഇതിനെ കുറിച്ചിട്ട്, ഇപ്പോഴല്ലേ. അപ്പൊ രേണുസുധിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്ക് ഡേ ടു ഡേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനെന്തെങ്കിലും ആള് രാത്രി ഇങ്ങനെ ആലോചിച്ച് വെക്കും. രേണുസുധി ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞു. എന്താണ്, ഇപ്പൊ രേണുസുധി കത്തി നിൽക്കുകയാണ്, എല്ലാവരുടെ ചാനലിലും കത്തി നിൽക്കുകയാണ്, ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഫിറോസിന്റെ ചാറ്റ് കുൽസിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണുസുധി ഇപ്പൊ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും രേണുസുധി ഒന്ന് ഡൗൺ ആവും. ആൾക്കാർ വേറെ പല കാര്യങ്ങളിലേക്കും എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ രേണുസുധി അടുത്ത കണ്ടന്റ് കൊണ്ടുവരും. പക്ഷെ ഭയങ്കര ബുദ്ധിമതിയാണ്. ആള് പറയുന്നത്, ഞാൻ 40 കിലോ വെയിറ്റ് ചെയ്യുള്ളൂ, ഞാൻ അധികം ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്കധികം ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ 40 കിലോ വെയിറ്റിൽ മുഴുവൻ കുനിഷ്ട ബുദ്ധിയാണ് മുഴുവൻ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം, എന്നിട്ട് എല്ലാവരും കുറ്റം പറയുന്നു, എല്ലാവരും കുറ്റം പറയുന്നു എന്ന് പറയുന്നത്. എങ്ങനെ കുറ്റം പറയാതിരിക്കുക? ഒരു സ്ത്രീ പറയുന്നതാണോ ഇത്? എനിക്ക് അങ്ങനെ കുൽസിതങ്ങൾ മറക്കൂല ഞാൻ, നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ പറയാൻ ഒരു സ്ത്രീ പറയുന്നതാണോ? അത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നിങ്ങൾ അപ്പൊ വെളിവാക്കണം. നിങ്ങൾ അത്യാവശ്യം വയസ്സായ സ്ത്രീയല്ലേ, ഒരു 10-18 വയസ്സായ 16 വയസ്സായ പെൺകുട്ടിയല്ലല്ലോ, അതിന്റെ ഡബിളിന്റെ ഡബിൾ വയസ്സ് നിങ്ങൾക്കില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പൊ വന്നത് പറയാം? നാണല്ലേ സ്ത്രീ നിങ്ങൾക്ക്? നാണമില്ലേ? ഇനി ഈ ബിഷപ്പിനെയൊക്കെ തെറിയൊക്കെ ചീത്തയൊക്കെ ഒരു വട്ടം ഇവര് വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരു വട്ടം എന്നല്ല, കുറേ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ രേണുസുധി ഇപ്പോഴും മാപ്പ് പറഞ്ഞിട്ടില്ല. രേണുസുധി അപ്പോഴും എനിക്ക് വിശക്കുന്നു, ബിഷപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, എനിക്ക് വിശക്കുന്നുണ്ട്, ആളങ്ങനെ കൊണ്ടുപോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല, ഞാൻ ഇനിയും കേസ് ഞാൻ ഫോർവേഡ് ചെയ്യും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുധി വെല്ലുവിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ബിഷപ്പ് താഴെ? ഒരു പുരോഹിതനല്ലേ, എത്രാന്ന് വെച്ച് താഴും. ഇപ്പൊ പറയുന്നത് ബിഷപ്പിനെ ഇവർ തെറി വിളിച്ചത് മുഴുവൻ ഈ വ്ളോഗേഴ്സ് കാരണമാണ്. വ്ളോഗേഴ്സ് കാരണമാണ് ഞങ്ങളെ കൂടി തെറി വിളിപ്പിച്ചത്. വ്ളോഗേഴ്സ് എന്ത് ചെയ്തത്? നിങ്ങൾ ഡെയിലി വന്ന് ബിഷപ്പിനെ അങ്ങ് തെറി വിളിക്കുന്നു, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പിന്നെ ആ പോസ്റ്റ് ചെയ്യുന്ന സംഭവം ഞങ്ങൾ എടുത്തിട്ട് അലക്കില്ലേ? ഞാൻ അധികമൊന്നും ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഈ രേണുസുധി അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് പകുതി ഭാഗം രേണുസുധിയെ നല്ലത് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ രേണുസുധി ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് എനിക്ക് തന്നെ ശരിക്കും കണ്ടുകൂടാതെ ആയത്. ശരിക്കും രേണുസുധി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആദ്യം മുതലേ ഞാൻ നന്നായി പറഞ്ഞിരുന്ന ആളായിരുന്നു. ഇതുപോലെ നീ ഇവര് കൂട്ടുകാരികൾ തമ്മിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് രേണുസുധിയെ എന്നാണ് പറയുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് പറയാൻ പറ്റാത്ത ആൻസർ ആണെങ്കിൽ നോ കമന്റ്സ് എന്ന് പറയണം, വസ്തുവിനെ കുറിച്ചും വീടിനെ കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ നോ കമന്റ്സ് എന്ന് പറയണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവൾ അനുസരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോ നമ്മുടെ ബിഷപ്പ് എന്ന് പറയുന്ന ആള് ഫിറോസിനെതിരെ കേസ് കൊടുക്കുന്നു എന്നാണ് ഈ കൂട്ടുകാരി പറയുന്നത്. എന്താണെന്ന് അറിയില്ല. കാരണം വീട് അവർ ഫോട്ടോ എടുത്ത് 4 ആംഗിളിലും വന്ന് ഫോട്ടോ എടുത്ത് അച്ഛൻ ഒരാളെ നിർത്തി ഫോട്ടോ എടുപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വീടിന്റെ അപരിതാപകര അവസ്ഥ അച്ഛന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ തന്നെ അതിന് മുൻകൈ ഇട്ട് ഇറങ്ങും എന്നാണ് ഈ കൂട്ടുകാരി പറയുന്നത്. അച്ഛന് അതിന് ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അച്ഛന്റെ വസ്തു മാത്രമേ ഉള്ളൂ, വീട് വെച്ചതോ വെക്കാത്തതോ മറ്റുള്ളവരാണ്. അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യകത അച്ഛനില്ല. അത് ഇവര് ഉണ്ടാക്കി പറയുന്നതായിരിക്കും. കുറെ ഇവര് തള്ളുന്ന ആൾക്കാരാണല്ലോ, ഉണ്ടാക്കി പറയായിരിക്കും. അപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാട്ടോ. ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇട്ടതാണ് ഈ വീഡിയോസ്. ഇതെല്ലാം അവൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട്ടിൽ ഇരുന്നിട്ട് പോലും ഞങ്ങളിത് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇടി രേണുസുധി ഇത് ഇട്ട നിനക്ക് തന്നെ നെഗറ്റീവ് കമന്റ് വരത്തില്ലേ, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് വെച്ചപ്പം ചേച്ചി ഉള്ളതാച്ചി പറഞ്ഞത്, എനിക്കിനി നാറാനൊന്നുമില്ല, ഇനി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വന്നു കഴിഞ്ഞു, ഇനി എനിക്കെന്താ നാറാൻ, എന്തായാലും ഞാൻ നാണം കെട്ടിരിക്കുക, എനിക്കൊരു വിഷയമില്ല. പക്ഷെ അവനങ്ങനെ പുണ്യാളനാവണ്ട എന്നാ പറഞ്ഞത്.
അവളതിൽ ചാറ്റുകൾ കാണുമായിരിക്കും. അപ്പൊ ഫിറോസുഖ അത്ര വലിയ ഉള്ളിയൊന്നും അല്ല, മോശക്കാരനൊന്നും അല്ല എന്നർത്ഥം. ഞാൻ ചോദിച്ചപ്പോൾ രേണു പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഇനി പറയാൻ രേണുവിന്റെ പിന്നീന്ന് കുത്തിയെന്ന്. രേണു പറഞ്ഞ കാര്യം തന്നെയാണ്. ഓ, പറയാൻ പറ്റിയ സമയം തന്നെ രേണുസുതി. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ കുൽസിത ചാറ്റും പിടിച്ച് എത്ര. ഈ രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിറോസ്ക അധികം ഒന്നും ചാറ്റ് ചെയ്യാറില്ല, എന്റെ അച്ഛനായിട്ടോട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പൊ ഫിറോസ്ക പറഞ്ഞ ഞാൻ ചാറ്റാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്, 2 കോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്, ബാക്കി കോളൊക്കെ അച്ഛനെ ചെയ്യാറുണ്ട്. അപ്പോ ഞാൻ ഫിറോസക്കയുടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീ പിന്നെ ഓസിക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് വിചാരിച്ച് അവരോട് കുൽസിതം പറയണം എന്നൊരു നിർബന്ധം ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ ചോദിക്കുകയാണ്. അല്ല, ആ സ്ത്രീക്ക് ഇഷ്ടമാണെങ്കിൽ എന്താണല്ലേ, ഫിറോസ്ക്കാക്ക് എന്താണ്? ആ സ്ത്രീക്ക് ഇത്രയും കാലം ഇഷ്ടം, വീട് വെച്ച് കൊടുത്തിട്ട് എത്ര വർഷമായി? 2 വർഷമായില്ലേ? ആ സ്ത്രീക്ക് 2 വർഷം വരെ ഇഷ്ടമായിരുന്നല്ലോ, ചെറിയ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അല്ലെ? അപ്പൊ പിന്നെ അങ്ങനെ നടക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഇനി വന്നിട്ട് ഇനി പരാതി കൊടുക്കൂ, ഇനി മീറ്റൂര് പോയിട്ട് പരാതി എന്താ വെച്ചാൽ കൊടുക്ക്, നിങ്ങള് അവിടെ ഇവിടെ പരാതി കൊണ്ടു കൊടുക്ക്. എന്നെ കുൽസിതം ചാറ്റ് പറഞ്ഞ, എന്നെ കബളിപ്പിച്ചു, വീട് വെച്ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫിറോസിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ വീട് വെക്കുന്ന സമയത്ത് തറ കെട്ടിയിട്ട സമയത്ത് നനയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ രേണുസുധിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ നാറി എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാനൊന്നും എന്റെ ചാനലിൽ ഒരിക്കലും തെറിയൊന്നും പറയില്ല. ഈ ഫിറോസൊക്കെ പറഞ്ഞ നാറി ചെറ്റ പൈസ എന്നോട് ചോദിച്ചു എന്ന് പറയുന്നു. ഇതിനെതിരെയാണ് നമ്മുടെ രേണുസുധി ദേഷ്യം വന്ന് കുൽസിത ചാറ്റ് പുറത്തുവിടാൻ കാരണം. അപ്പോ എന്റെ അച്ഛനെ നാറി ചെറ്റ എന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ നനയ്ക്കാൻ എന്തിനാണ് ക്യാഷ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇവര് ക്യാഷ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ക്യാഷ് ചോദിച്ചിട്ടുണ്ട് അപ്പോ നനയ്ക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം വീട് പണിയുന്നത് നനയ്ക്കാൻ വേണ്ടി ക്യാഷ് ചോദിച്ച ആൾക്കാര്. പിന്നെ അവര് നനയ്ക്കാനൊക്കെ വരുന്ന സമയത്ത് ഒരു ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു. ചായ കുടിക്കും. അടുത്തൊരു ഹോട്ടലുണ്ട്, അവർ ചായ കുടിക്കും. അപ്പൊ ഈ പണിക്കാർക്ക് ഒരു ദിവസം ചായ ഒക്കെ മേടിച്ചു കൊടുത്തു. ഈ അച്ഛനും ചായ കുടിച്ചു. അപ്പൊ അതിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി ഫിറോസ് ഖാനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ആ കാശും ഈ അച്ഛൻ കൊടുക്കാതെ അച്ഛൻ ചായ കുടിച്ച കാശ് ഫിറോസൊക്കെ കൊണ്ട് കൊടുപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രയും നാറി ചെറ്റയാണ് എന്ന് ഫിറോസ് ഖാ പറഞ്ഞത്. അപ്പോഴാണ് രേണുസുധിക്ക് ഇളകിയത്. അതുവരെ ആ കുൽസിതം ആലോചിച്ച് രാത്രി മുഴുവൻ വായിച്ച് രേണുസുധി പുളകതിയാവുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ അച്ഛനെ വിളിച്ചപ്പോഴാണ് രേണുസുധിക്ക് ഇളകിപ്പോയത് കേട്ടോ. അപ്പൊ അതുവരെ യാതൊരു കുഴപ്പവുമില്ല. എന്ത് ലോകം.